الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ആദരപൂർവം പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പരിശ്രമിക്കണം, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഓരോരുത്തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് പറയുന്ന ഒരു വചനമാണ് സൂറത്ത് അൻആമിലെ 59-ാമത്തെ ആയത്ത് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ ഒരു ആയത്ത് ഇതിൻ്റെ വിശദാംശങ്ങളായി വന്ന മറ്റു വിശുദ്ധ വചനങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനങ്ങളുമെല്ലാം ഒരു പരിധി വരെയെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മിക സദാചാര മേഖലകളിലെ വൈകല്യങ്ങൾ ഇല്ലാതാവും.
എങ്ങനെയാണോ നബിയും സ്വഹാബത്തും റളിയല്ലാഹു അൻഹും അജ്മഈൻ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിച്ചത്, എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്നതെല്ലാം ഈ ഒറ്റ ആയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പരിശുദ്ധ തൗഹീദ് ഏറ്റവും വ്യക്തമായി കലർപ്പില്ലാതെ ഉദാഹരണങ്ങളിലൂടെ പലതരത്തിൽ വിശദീകരിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. മനുഷ്യന് അല്ലാഹുവല്ലാത്ത മറ്റൊരു സൃഷ്ടിക്കും കാണാനോ കേൾക്കാനോ അറിയാനോ കഴിയാത്ത അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിനുള്ളതാകുന്നു. രണ്ട് തരത്തിലാകുന്നു അദൃശ്യമെന്ന് വ്യാഖ്യാനങ്ങൾ കാണാം. അല്ലാഹുവിന് മാത്രമറിയാവുന്ന ഒരു പടപ്പുകൾക്കും അറിയാത്ത ഗൈബ്, അതിന് ഗൈബ് മുത്ലഖ്, അല്ലാഹുവിൽ മാത്രം പരിമിതമായത് എന്നും നമ്മളിൽ പലർക്കും അറിയുകയും മറ്റു പലർക്കും അറിയാതിരിക്കുകയും ചെയ്യുന്ന ഗൈബുൻ നിസ്ബിയ, ആപേക്ഷികമായ അദൃശ്യം എന്ന് മറ്റൊരു ഗണവുമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിവക്ഷിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല കാര്യങ്ങളും എന്നെക്കുറിച്ചുള്ളത് നിങ്ങൾക്കറിയില്ല, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്കറിയില്ല. നമ്മൾ അറിവ് കൊണ്ടും മനനം കൊണ്ടും അന്വേഷണം കൊണ്ടും കണ്ടെത്തിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതിനെയൊന്നുമല്ല സത്യത്തിൽ വിശുദ്ധ ഖുർആൻ വിശ്വാസത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ഗൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൽ മാത്രം പരിമിതമായത്, ലാ യഅലമുഹാ ഇല്ലാഹു, അതവനല്ലാതെ മറ്റ് യാതൊരാളും അറിയുകയില്ല. എൻ്റെ മനസ്സിൻ്റെ വിചാരവികാരങ്ങൾ, ഞാൻ ഒളിപ്പിച്ച് വച്ചതും മറച്ചു പിടിച്ചതുമായ കാര്യങ്ങൾ, വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും പെരുമാറ്റത്തിലുമുള്ള എൻ്റെ രഹസ്യങ്ങൾ, എൻ്റെ പരസ്യങ്ങൾ അറിയാവുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് എനിക്കറിയാൻ സാധിച്ചാൽ, എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ, എനിക്കെന്നിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായുടെ 47-ാമത്തെ വചനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശദീകരണം കൂടി നൽകുന്നത് കാണാൻ കഴിയും. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, മനുഷ്യൻ്റെ കണക്കെടുപ്പിൻ്റെ നാൾ യൗമുദ്ദീനിൽ, അല്ലാഹുവിനല്ലാത്ത വമാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അല്ലാഹുവിനല്ലാതെ യാതൊരാൾക്കും ഒരണുവളവോളം ആധിപത്യമോ അധികാരമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്ന് കണ്ണിമ ചിമ്മാനുള്ള തുറക്കാനുള്ള സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ദിവസം, അന്നേ ദിവസം വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ആ ദിനത്തിനു വേണ്ടി നാം ഒരു പ്രത്യേക സംവിധാനം, ഒരു തുലാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ഫലാ തുളിലമു നഫ്സുൻ ശൈഅ, ഒരാളും തൻ്റെ വല്ല കർമ്മഫലങ്ങളും നഷ്ടപ്പെടുമോ എന്നോ മറ്റാരുടെയെങ്കിലും ദുഷ്കർമ്മങ്ങളുടെ ഫലം തൻ്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്നോ തൻ്റെ സൽക്കർമ്മങ്ങൾ മറ്റൊരാളുടെ സൽക്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ തനിക്ക് മേൽ വന്നു ചേരുമെന്നോ ഭയപ്പെടേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ ആവട്ടെ, വഇൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അത് എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും എത്ര ന്യൂനമായതാണെങ്കിലും കാഴ്ച കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അത്രയുമാണെങ്കിലും അത്രയും ചെറുതാണെങ്കിലും. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, യാ ബുനയ്യ ഇന്നഹാ ഇൻതകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ്. മകനെ, നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊന്നും
അതെത്ര നിസ്സാരമാണെങ്കിലും എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാലും, അത് ആകാശമണ്ഡലങ്ങളിലാവട്ടെ, ക്ലൗഡ് സ്റ്റോറിങ്, അത് ഭൂമിക്കടിയിലാവട്ടെ, അത് കരിമ്പാറക്കെട്ടുകൾക്കുള്ളിലാവട്ടെ, അള്ളാഹു അത് നിൻ്റെ വിചാരണ ചെയ്യുന്ന സമയത്ത് തിരിച്ചു പിടിക്കും. എന്നിട്ടോ വഖഫാ ബിനാ ഹാസിബീൻ, അവക്ക് നിന്നോട് അവൻ കണക്ക് ചോദിക്കുകയും അതിന് തക്കതായ ശിക്ഷയോ രക്ഷയോ നിനക്കവൻ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ സൂക്ഷ്മതലങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആ ആയത്ത്, സൂറത്ത് നിസാഇൻ്റെ ആദ്യത്തെ ആയത്ത്, ആ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ടല്ലോ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും റബ്ബ് നിങ്ങളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ നിരീക്ഷണത്തിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന്, അറിവിൽ നിന്ന് നമ്മളിൽ യാതൊരാൾക്കും യാതൊന്നും മറച്ചു വെക്കാനോ ഒളിച്ചു പിടിക്കാനോ കഴിയില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നിടത്ത്, നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയാം, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അദൃശ്യം മാത്രമല്ല അള്ളാഹുവിൻ്റെ അറിവിലുള്ളത്, കരയിലുള്ളതും കടലിലുള്ളതും അവനറിയും. അവിടെ നിന്നും പോയി വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഇല പൊഴിയണമെങ്കിൽ ആ ഇല പൊഴിയുന്നതെപ്പോഴെന്ന്, അത് വീഴേണ്ടത് എവിടെയെന്ന്, അത് വീഴുന്നതിന് മുമ്പ് ഏതിലെയെല്ലാം പറന്നു പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയും. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ, ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും ഒരു വിത്ത് മുളപെട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലും ഒരു വിത്ത് മറഞ്ഞു കിടക്കുന്നുവെങ്കിൽ, അത് മുളപൊട്ടുന്നതും അത് മുളപൊട്ടേണ്ടത് എപ്പോഴെന്നും എവിടെയെന്നും എങ്ങനെയെന്നും എത്രയെന്നും തുടങ്ങിയുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങൾ റബ്ബിൻ്റെ അറിവിലുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ, അത് പച്ചയായാലും ഉണക്കയായാലും ശരി, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖാഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ ഈ ഒരു ഇൽമ, അള്ളാഹുവിൻ്റെ ഈ ഒരു അലീം എന്ന സിഫത്ത്, ഇസ്മ, അത് ഉൾക്കൊള്ളുന്ന ഇൽമ എന്ന സിഫത്ത്, അതിനെക്കുറിച്ചുള്ള അതിസൂക്ഷ്മമായ അറിവ് നമ്മളിലുണ്ടാവുക എന്നത് നമ്മളിൽ അത്ഭുതകരമായ വിശ്വാസ മേഖലയിലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നർത്ഥം. മദീന ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു അടിമപ്പയ്യനോട് വേഷപ്രച്ഛന്നനായി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വിശാലമായ ഒരു താഴ്വര നിറയെ ആട്ടിൻപറ്റം, രാത്രി നിലാവുണ്ട്, ആട്ടിൻപറ്റങ്ങളുടെ നടുവിൽ ഒരു ഭാഗത്ത് ഇരുന്ന് തലയിൽ പുറപ്പെട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ, അവനരികിൽ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിശേഷങ്ങൾ ചോദിക്കുന്നു, പരിചയപ്പെടുന്നു, ഭക്ഷണകാര്യങ്ങളും മറ്റുമൊക്കെ ചോദിക്കുന്നു, അവൻ്റെ സാമൂഹികാവസ്ഥ ചോദിക്കുന്നു, കുടുംബ സാഹചര്യം ചോദിക്കുന്നു. പട്ടിണിക്കാരനാണ്, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, 1-2 മാസത്തിന് മുമ്പ് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നിറങ്ങിയതാണ്, ഈ ആട്ടിൻപറ്റങ്ങളോടൊപ്പം ഈ താഴ്വരയിലാണുള്ളത്, ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതുമൊക്കെ ഇവിടെ തന്നെയാണ്, ആരാധനകളും ഇവിടെ തന്നെയാണുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മകനെ, ഈ കൂട്ടത്തിൽ എത്ര ആടുണ്ടാകും? എനിക്കറിയില്ല, അല്ലാഹു അഅലം. അല്ല, നിൻ്റെ ഉടമസ്ഥൻ ഇതിൽ എത്ര ആടുണ്ട് എന്നറിയാമോ? ഇല്ല, കാരണം ഇതിവിടെ വന്നിട്ടും കുറേ ആടുകൾ പ്രസവിച്ചിട്ടുണ്ട്, എത്രയുണ്ടെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ച്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് ഉടമക്കറിയാമോ? അറിയാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഗിയർ ഒന്ന് മാറ്റിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഇതിന്നൊരാടിനെ എനിക്ക് തരുമോ? ഇല്ല. എടോ, വെറുതെ വേണ്ട,
വില തരാം. ഇല്ല. എടോ ഉടമസ്ഥൻ അറിയില്ല എന്ന് നീ എന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ നിനക്കെന്താ പ്രശ്നം? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇതിലെത്ര ആടുകളുണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ ഉടമസ്ഥനും അറിയില്ല. പക്ഷേ ഇതിലെത്ര ആടുകളുണ്ട് എന്നറിയുന്ന മറ്റൊരാളുണ്ട്. ഞാൻ ഈ ആടുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നറിയുന്ന വേറെ ഒരാളുണ്ട്. ഫഅൈനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മോൻ്റെ ചോദ്യമാണ് ഫഅൈനല്ലാഹ്. അപ്പം പിന്നെ റബ്ബ് എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒന്ന് ഞാൻ താങ്കൾക്ക് തന്നാൽ ഞാൻ പറയില്ല ആരോടും, എൻ്റെ ഉടമസ്ഥൻ അറിയില്ല. പക്ഷേ ഫഅൈനല്ലാഹ്. എൻ്റെ മക്കളെ, ആ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുന്നത് മറ്റ് യാതൊരാളും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരേണ്ടുന്ന ആ അടിമപ്പയ്യൻ്റെ ആട്ടിടയൻ്റെ ചോദ്യം ഫഅൈനല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. ആസുരത താണ്ഡവമാടുന്ന കാലത്താണ് നമ്മളുള്ളത്. എവിടെയും എന്തും ആരും ആരുടെ പേരിലും എപ്പോഴും കേൾക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന കാലം. സ്കൂളിൽ പഠിക്കുന്ന മക്കൾ മുതൽ പ്രായപൂർത്തിയായി ഉപ്പയും വല്യപ്പയും വല്യമ്മയുമായവർ പോലും ദുഷ്പ്രവർത്തികളുടെ പേരിൽ ദുഷ്പേര് കേട്ടുകൊണ്ടേയിരിക്കുന്ന കാലം. എന്താണിതിൻ്റെ കാരണം? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. റബ്ബിനെ വേണ്ടും വണ്ണം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ചില വാചകങ്ങൾ: അല്ലദീ അഹാത ഇൽമഹു ബിൽ ലവാഹിരി വൽ ബവാത്തിൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതും, വലിസ്റാരി വൽ ഇഅ്ലാൻ, രഹസ്യവും പരസ്യവും, വബിൽ ആലമിൽ ഉൽവ വൽ സുഫല, താഴെയുള്ളതും ഉന്നതവും ഉപരിലോകവും ഒരുപോലെ അറിയാവുന്ന, ബിൽ മാലി വൽ ഹാദിരി വൽ മുസ്തഖ്ബിൽ, ഭൂതവും ഭാവിയും വർത്തമാനവും ഒരുപോലെ അറിയാവുന്നവൻ. ഫലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിനൽ അശിയാ. യാതൊരു കാര്യവും ഒളിച്ചു വെക്കാൻ കഴിയാത്ത, മറഞ്ഞു പോകാത്തവൻ. ഇൽമുൻ മാ ഖാന വമാ സയകൂൻ. സംഭവിച്ചതെന്ത്, സംഭവിക്കാതിരിക്കുന്നതെന്ത്. വമാ ലം യകുൻ. സംഭവിക്കാതെ പോയതെന്തെല്ലാം. വലൗ ഖാൻ. സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. വകൈഫ ഖാൻ. എങ്ങനെയാണത് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമ. റബ്ബിനറിയാം. ആ തിരിച്ചറിവ് പക്ഷേ മുസ്ലിം സമൂഹത്തിൻ്റെ സാമാന്യ ജനങ്ങൾക്ക് ബഹുഭൂരിഭാഗത്തിനും ഉണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് നോക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയും വസിയ റബ്ബി കുല്ല ശൈഇൻ ഇൽമ. എൻ്റെ റബ്ബിൻ്റെ ഇൽമ സകലമാന വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നവയാണ്. എവിടെയുള്ളമാണ്? ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പ്രാർത്ഥന കേൾക്കാൻ. റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ എന്തു മറച്ചു വെച്ചാലും അത് നിനക്കറിയാം, ഞങ്ങൾ എന്ത് പരസ്യപ്പെടുത്തിയാലും അതും നിനക്കറിയാം. ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ പരസ്യങ്ങളെപ്പോലെ തന്നെ വിശുദ്ധമായതായി മാറും. യഅലമു ഖാഇനത്തുൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. ഞാൻ നിങ്ങളെ നോക്കുന്നതും നിങ്ങൾ എന്നെ നോക്കുന്നതും, ഞാൻ അങ്ങാടിയിലിറങ്ങി ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ റോട്ടിലൂടെ പോകുന്ന ആളുകളെ നോക്കുന്നതും, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഏത് കണ്ണുകൊണ്ടാണെന്ന് തിരിച്ചറിയാവുന്ന റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യഅലമു ഖാഇനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കടക്കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചതെന്ത് എന്ന്, അതിനുള്ളിലുള്ള മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതെന്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. കഴിഞ്ഞില്ല. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. മനുഷ്യൻ്റെ മനസ്സിൻ്റെ മന്ത്രണങ്ങൾ അല്ലാഹുവിനറിയും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്ത് ഞാനുണ്ട്, എൻ്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ അറിവുണ്ട്, കഴിവുണ്ട്. നിങ്ങൾക്ക് എന്നെ മറച്ചു പിടിക്കാൻ കഴിയില്ല. അന്നല്ലാഹ യഅലമു അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും.
നിങ്ങളുടെ ആത്മാക്കളിലുള്ളത്, മനസ്സിലുള്ളത് റബ്ബറിയുമെന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? അറിയുമെങ്കിൽ ഫഹദറൂഹു, ഖുർആൻ പറയാ ഫഹദറൂഹു, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ആ റബ്ബിനെ കുറിച്ചുള്ള ജാഗ്രത നമുക്കുണ്ടാവണം. അതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും, എല്ലാ ക്ലാസ്സുകളിലും, എല്ലാ സദുപദേശങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്ന ആയത്ത് പ്രഭാഷണങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പതിവായി ഓതാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ സഹാബത്തിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കാൻ കാരണം എന്ത് ക്ലാസ് ആണെങ്കിലും, കുടുംബസംഗമമാവട്ടെ, സ്ത്രീകൾക്കുള്ള ക്ലാസ് ആവട്ടെ, നിക്കാഹ് ഖുത്ബയാവട്ടെ, ഒരു പൊതു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതാവട്ടെ, ജുമാ ഖുത്ബയാവട്ടെ, ഏത് ഖുത്ബയിലും റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറയുമായിരുന്നു എന്നാണ്. സുബഹിന് ശേഷമുള്ള ക്ലാസ്സിൽ അത് തന്നെ, അടുത്ത ക്ലാസ്സിലും അത് തന്നെ, ജുമഅക്കും അത് തന്നെ, വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അപ്പോഴും അത്, അതിനുശേഷം ഒരു നിക്കാഹ് ഉണ്ടെങ്കിൽ അപ്പോഴും അത്. ഈ 5-6 സദസ്സിലും പങ്കെടുക്കുന്നത് ഒരേ ആൾക്കൂട്ടം തന്നെയാണെങ്കിലും അവരോട് ഈ ആയത്ത് ആവർത്തിച്ചോതുമായിരുന്നു. എന്തുകൊണ്ടാണ്? വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂഹു, നിങ്ങളവനെ ജാഗ്രതയോടെ കാണണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ജാഗ്രതയുണ്ടാവണം. കാരണം അവലാ യഅലമു അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മറച്ചു പിടിക്കുന്നതും അവർ പരസ്യപ്പെടുത്തുന്നതും അറിയുന്നവനാണെന്ന് അവർക്കറിയാതെ വരുമോ? അവർ ഈ കാണിക്കുന്നത് കണ്ടാൽ, അവരുടെ സ്വഭാവം കണ്ടാൽ, അവരുടെ ജീവിത രീതി കണ്ടാൽ അവലാ യഅലമു, അവരെങ്ങാനും അറിയാതിരുന്നിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിപ്പോകും. ഇത് പരിശുദ്ധ ഖുർആനിൽ ഇന്ന് വന്ന ആയത്തല്ല. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഈ ആയത്ത് സൂറത്ത് അൽ ബഖറയിലെ ഈ ആയത്ത് മക്കാ മുശ്രിക്കുകളെക്കുറിച്ചും മദീനയിലെ മുശ്രിക്കുകളെക്കുറിച്ചും അവിടെയുള്ള മുനാഫിക്കുകളെക്കുറിച്ചും അവരുടെ മനസ്സിൻ്റെ കാപട്യം പുറത്തെടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ആയത്താണ്. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ ഈ കാപട്യവും ശിർക്കുമൊക്കെ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെയും അപമാനിക്കുന്നത് കണ്ടാൽ ഇതൊന്നും അല്ലാഹു അറിയില്ല എന്നെങ്ങാനുമാണോ നിങ്ങളുടെ വിചാരം എന്ന് തോന്നിപ്പോകുന്നു എന്ന് 1450 വർഷം മുമ്പ് നമ്മൾ കാട്ടറബികൾ എന്ന് പറഞ്ഞിരുന്ന, നമ്മൾ അപരിഷ്കൃതർ എന്ന് പറയുന്ന ആ സമൂഹത്തോട് പറഞ്ഞത് ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിലും വ്യക്തതയോടെയും ആരോടാണ് പറയേണ്ടത്? ആരോടാണ്? മദ്യപരായ, ചൂതാട്ടക്കാരായ, വൃത്തികെട്ടവരായ, അബദ്ധസഞ്ചാരികളായ, അധർമ്മകാരികളായ, അസാംസ്കാരികതകളിൽ എവിടെയുമുള്ള അവിഹിത ഇടപാടുകളുള്ള ആൾക്കൂട്ടത്തോട് അവർ മുസ്ലിം നാമധാരികളാണ് ഭൂരിപക്ഷവും എന്നിടത്ത് ഈ ആയത്ത് പ്രസക്തമാണ്. അവലായഅലം, അവരറിയാതെ പോയോ? അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കുന്നത് വർദ്ധിച്ചു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ല അല്ലാഹു ഇതൊന്നും കാണുന്നില്ല എന്നെങ്ങാനുമാണോ അയാൾ വിചാരിച്ചിട്ടുള്ളത് എന്ന് അബൂജഹലിനോട് ചോദിച്ച ചോദ്യം ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആരോടൊക്കെ ചോദിക്കേണ്ടി വരുമെന്നത് അതെന്നോടാവാതിരിക്കട്ടെ എന്ന്, അതെൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ഇണയോട്, എൻ്റെ മക്കളോട്, എൻ്റെ പേരമക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ആവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ ആവാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ, ജാഗ്രത, നിർദ്ദേശങ്ങൾ, വഴികാട്ടലുകൾ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരാളെ സംബന്ധിച്ചെങ്ങാനും ഇങ്ങനെ ഒരു ചോദ്യം ഉയരേണ്ടി വന്നാൽ പ്രിയപ്പെട്ടവരെ നശിച്ചുപോയി, നമ്മുടെ ജീവിതം പാഴായിപ്പോയി, നമ്മുടെ പരലോകം നശിച്ചുപോയി. അലം യഅലം ബി അന്നല്ലാഹ യറാ എന്നത് പലപ്പോഴും പലരോടും ചോദിക്കേണ്ടി വരുന്നില്ലേ? പലപ്പോഴും പലരോടും ചോദിക്കേണ്ടിയിരുന്നോ എന്ന് പലരെ കാണുമ്പോഴും നമുക്ക് തോന്നാറില്ലേ? അത് മറ്റുള്ളവരുടെ മക്കളെക്കുറിച്ച് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും മറ്റുള്ളവർക്കും ആ തോന്നലുകളുണ്ട് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
മാന്യമായ വസ്ത്രം ധരിക്കാത്ത നമ്മുടെ പെൺമക്കളെക്കുറിച്ച്, നമ്മുടെ ഇണകളെക്കുറിച്ച്, മാന്യമായി ജീവിക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ അറിയാത്ത നമ്മുടെ ആൺമക്കളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളതും ഇത് തന്നെയായിരിക്കുമെന്ന് മുഅ്മിനീങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നിട്ട് അടിസ്ഥാനപരമായൊരു മാറ്റത്തിന് നമ്മൾ മനഃപൂർവ്വം തയ്യാറാവേണ്ടതുണ്ട്. ഇനിയൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും. അലം യഅലമു, അവരറിയാതെ പോകുന്നുവോ, അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും, അവർ തമ്മിൽ നടത്തുന്ന സ്വകാര്യം, ചാറ്റ്, ഇൻസ്റ്റഗ്രാം, പിന്നെന്താണ്, എന്തൊക്കെയോ ഉണ്ട്, ഫേസ്ബുക്ക്, ആധുനിക സംവിധാനങ്ങൾ, അതിലൂടെ നടത്തുന്ന ഓരോ മെസ്സേജുകളും ഓരോ തോണ്ടലുകളും എന്നാണ് പറയല്ലേ, ഓരോ തോണ്ടലുകളും ഓരോ ഷെയറിങ്ങും ഓരോ ഫോർവേഡിങ്ങും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് മക്കളെ. അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും. ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഈ തോണ്ടൽ നടക്കുന്നു, വാപ്പയുടെ മുമ്പിൽ പുറഞ്ഞിരിഞ്ഞിരുന്ന് ഇത് തന്നെ നടക്കുന്നു. വാപ്പയും ഉമ്മയും ആശുപത്രി കിടക്കയിലാകുമ്പോൾ ആ ആശുപത്രി കിടക്കയിൽ ഗ്ലൂക്കോസ് വെച്ച ബോട്ടിൻ്റെ അടുത്തിരുന്നിട്ട് ഈ കളി കളിച്ച് ഗ്ലൂക്കോസ് കഴിഞ്ഞ് ബ്ലഡ് തിരിച്ചു കയറുന്നത് മക്കൾ അറിയാതെ പോകുന്നിടത്തേക്ക് ഈ തോണ്ടലും ഈ ചാറ്റിങ്ങും എത്തിപ്പോകുന്നു എന്നത് കേവലം ഒരു ഫലിതമല്ല, അല്ലേ? ഇതിലൊരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞത്, അങ്ങാടി പോകൽ നിർത്തി ആകെ കൂടെ ദിവസത്തിൽ അരമണിക്കൂർ 1 മണിക്കൂറായി എനിക്കൊരു റെസ്റ്റ് കിട്ടുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്ന് കാണാൻ കുളിച്ചൊന്ന് റോട്ടിലേക്ക് ഇറങ്ങിയാൽ റോട്ടിൽ 5-8 കൂട്ടുകാരിരിക്കുന്നുണ്ടാകും. ഒക്കെ ചെല്ലുമ്പോൾ ഒരു ഹായ് പറയും, പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കൂല. എല്ലാവരും അവനവൻ്റെ ലോകത്താ, ആർക്കും ആരുടെയും മുഖമറിയില്ല. എല്ലാവരും ഇതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മൗലവി ഇപ്പം അങ്ങാടിക്കന്നെ പോകലില്ല. ഒരു 10-35 വയസ്സുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ കാഴ്ചപ്പാടാണത്. പ്രിയപ്പെട്ടവരെ, ഇതറിയേണ്ടതുണ്ട് നമ്മൾ. ഇതിലൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു കാലം വരുമെന്നത് നമ്മൾ അറിയണം. യഅലമു മാ ബൈന ഐദീഹിം. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അറിവിനെ അള്ളാഹു ഒന്നുകൂടി വിശദീകരിക്കുക. യഅലമു മാ ബൈന ഐദീഹിം, മനുഷ്യരെ നിങ്ങളുടെ കഴിഞ്ഞു പോയതും വമാ ഖൽഫഹു, നിങ്ങൾക്ക് വരാനിരിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. കഴിഞ്ഞു പോയതിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ളതാണ് വരാനിരിക്കുന്ന നാളുകൾ എന്നർത്ഥം. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർള്, ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർള്. ഇങ്ങനെ ആകാശഭൂമികളും പ്രപഞ്ച സംവിധാനങ്ങളും അവയിലെ ഒരു കുഞ്ഞു ജീവി മാത്രമായ നമുക്ക് ഭരിക്കാനോ നമുക്ക് മതിക്കാനോ നമുക്ക് അർമാദിക്കാനോ ഉള്ളതല്ല, നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ഇതിനൊക്കെ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ട വിനീത വിധേയരായി ജീവിച്ചു തീർക്കുവാനുള്ളതാണ് നമുക്ക് നമ്മുടെ ലോകം. ഏതൊരു വളവിൽ വെച്ചും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഭരിക്കേണ്ടി വരും. നോക്കൂ, നിങ്ങൾ 10-16 വർഷമായി വിദേശ രാജ്യത്ത് ജോലിയുമില്ല കൂലിയുമില്ലാതെ കഷ്ടപ്പെട്ട് നടത്തി നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, ഇവിടെ ജുമഅക്ക് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ, പറയാതിരിക്കാൻ വയ്യ, ഇവിടെ വന്ന് ജോലിയൊന്നുമില്ലാതെയായിട്ട് കുറേയേറെ കഷ്ടപ്പെട്ട് ഒരു ജോലി ഇവിടെ സമ്പാദിക്കാൻ സാധിച്ച്, കുറേയേറെ കഷ്ടപ്പെട്ട്. പക്ഷേ ഇപ്പോൾ ജുമഅക്ക് വന്നൊരു സഹോദരൻ പറഞ്ഞത്, അയാളൊരു ഭാഗം സ്ട്രോക്ക് ഉണ്ടായി തളർന്ന് കിടക്കുകയാണ്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്ര നിസ്സാരമാണ് നമ്മുടെ ലോകം, നമ്മുടെ ജീവിതം. ഇത്ര നിസ്സാരമാണ് നാം, നിസ്സാരരാണ് നമ്മളെല്ലാം. ആർക്കും എപ്പോഴും ആവാം. ഉള്ള സമയത്ത് കിട്ടിയ സാഹചര്യങ്ങൾ അള്ളാഹുവെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിനിയോഗിക്കുന്നിടത്താണ് നമ്മളാവുക. അള്ളാഹു അങ്ങനെ തിരിച്ചറിവുള്ള, വിനയമുള്ള, ഈമാനുള്ള, തഖ്വയുള്ള നല്ല ദാസന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖാ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി ജീവിക്കാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളായി മരണപ്പെടാൻ
ഈമാനുള്ളവരോട് കൂടെ തഖ്വയുള്ളവരോട് കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അസ്മാഉൽ ഹുസ്നയിലെ ഒരു മഹത്തായ നാമമാണ് അലീം എന്ന അള്ളാഹുവിൻ്റെ നാമം. സൂക്ഷ്മമായ അറിവുള്ളവൻ. എന്നാൽ ഇതേ നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് നബിയെയും വിളിച്ചതായി കാണാം. വബശർനാഹു ബി ഗുലാമിൻ അലീം എന്ന്. അപ്പോൾ അള്ളാഹു അലീമാണ്, ഇസ്മായിൽ നബിയും അലീമാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഒരു നാമം അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷ്മമായ തലത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന അപകടം, വഅലമു ഇൽമല്ലാഹി ഉർസി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കംഹിയ മൗജത്തി എന്ന് ശിർക്കിലേക്ക് പോയ കൃത്യമായി ശിർക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വിശ്വാസ വൈകല്യം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് എത്രയുണ്ടെന്ന് എനിക്കറിയാം, അതെഴുതാൻ എത്ര അക്ഷരം വേണമെന്ന് എനിക്കറിയാം, കടലിൽ തിരമാലകൾ എത്രയുണ്ട് എന്നെനിക്കറിയാം, കടലിലെ നുരയും പതയും അതും എത്രയുണ്ടെന്ന് എനിക്കറിയാം എന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് മറ്റൊരാൾ വിശ്വസിക്കുന്നു എന്നതാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വിഗ്രഹവൽക്കരിക്കാനുള്ള കാരണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നാമം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പൂർണ്ണതയോടും ഔന്നത്യത്തോടെയും അപരിമേയമായ പരിധിയില്ലാത്ത അർത്ഥകൽപ്പനയാണ് അതിനുള്ളത്. എന്നാൽ അതേ നാമം അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് മാറുമ്പോൾ ഒരു പടപ്പ് എന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള കുറവുകളും ന്യൂനതകളും അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അലീമാണ്, പടപ്പ് ഇസ്മായിലും ഇസ്ഹാഖ് നബിയും അലീമാണ്. അള്ളാഹു ബസീറാണ്, കാണുന്ന കാഴ്ചയുള്ളവരാണ്, നമ്മളും കാഴ്ചയുള്ളവരാണ്. അപ്പോൾ അള്ളാഹു നമ്മളും ഒരുപോലെയാകുമോ എന്ന ചിന്ത, അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, ആ കാഴ്ച എനിക്കുമുണ്ട് എന്നിടത്തേക്ക് എത്തിയാൽ കൃത്യമായി ശിർക്കിലേക്ക് അത് പോകും. അപ്പോൾ ആ അസ്മാഉൽ ഹുസ്നയുടെ പഠനമാണ് അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുക എന്ന് നമ്മുടെ മെമ്പറുകളിൽ നമ്മൾ കേട്ടതും പഠിച്ചതുമാണ്. അസ്മാഉൽ ഹുസ്ന മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അസ്മാഉൽ ഹുസ്നയിലെ ആ 99 നാമങ്ങളിൽ 8ഓ 9ഓ നാമങ്ങൾ മാത്രമാണ് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഉപയോഗിക്കാൻ പാടില്ലാത്തവയുള്ളത്. മറ്റു നാമങ്ങളെല്ലാം പടപ്പുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ പടപ്പുകൾക്കത് ഉപയോഗിക്കുമ്പോൾ ജീവനുള്ള ശൂന്യമായ അവസ്ഥയുണ്ടായിരുന്ന കുഞ്ഞായിരുന്ന പിന്നീട് യൗവനത്തിലേക്ക് വന്ന് ഒന്നുമറിയായ്മയിൽ നിന്ന് അറിവിലേക്ക് വന്ന് പിന്നീട് ഒന്നുമല്ലാതായി തീരുന്ന താൽക്കാലികമായ ഒരു ജീവിയുടെ എല്ലാ പരിമിതികളും വെച്ചുകൊണ്ട് ഉള്ള കാഴ്ചയും കേൾവിയും അറിവും മാത്രമേ അവനുള്ളൂ എന്നും അവനുള്ള കാഴ്ചയും കേൾവിയും അറിവും ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷണങ്ങളും അപരിമേയമായ കഴിവുകളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവയിൽപ്പെട്ടവയാണ്, അത് മാത്രമേ അവനുള്ളൂ എന്നും മനസ്സിലാക്കുന്നത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നത് ശിർക്ക് കടന്നു വരാനുള്ള വഴിയാണെന്ന് കൂടി മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ, തൗഹീദ് അസ്മാഉൽ ഹുസ്നയിലെ തൗഹീദിനെ കൃത്യമായി പഠിക്കാൻ, അള്ളാഹുവെക്കുറിച്ചുള്ള ഭയപ്പാട് നിറഞ്ഞ വിനയത്തോടുകൂടിയുള്ള വിധേയപ്പെട്ട ഈമാനുള്ള തഖ്വയുള്ള വറനുള്ള ഇഖ്ലാസുള്ള ജീവിതം നയിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളും വ്യതിയാനങ്ങളും റഹ്മാനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാനും ആ അറിവിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അണയാനും ശിർക്കിൻ്റെ സകലമായ മേഖലകളിൽ നിന്ന് ബഹുഘാതം അകന്ന് ജീവിക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കേവർക്കും പ്രദാനം ചെയ്യണമേ നാഥ. എല്ലാ വിധത്തിലുള്ള വീഴ്ചകൾക്കും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിൻ്റെ ഇഷ്ടദാസന്മാരായി ഒരുപാട് കാലം ജീവിക്കാനും ഈമാനോടെ തഖ്വയോടെ മരിക്കാനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളിലെ രോഗികൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകണമേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ.
റഹ്മാനെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم حسن لنا مرادنا ويسر لنا أمورنا يا رب العالمين. اللهم اجعلنا في عبادك الصالحين الشاكرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.